ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ വരുന്ന പ്രിലിംസിലോട്ട് വേണ്ടിയുള്ള ഒരു ഫ്രീ റിവിഷൻ ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തതായിരുന്നു. 2024 പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഇനി നമുക്ക് മുന്നിലുള്ളത് വെറും 85 ദിവസമാണ്. ആ 85 ദിവസം, ഒരു 87 ദിവസം ഉണ്ട്. അതിനെ നമ്മൾ 85 ഡേയ്സിൻ്റെ ഒരു പ്രിലിംസ് കില്ലർ പ്രോഗ്രാം ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുകയാണ്, ക്ലാസ്സുകൾ എടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിത് വീഡിയോയുടെ അവസാനം എങ്ങനെ അതിൻ്റെ ഷെഡ്യൂൾ 85 ദിവസത്തെയും ഷെഡ്യൂൾ പറയുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് ഇത്ര ദിവസം കൊടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പ്രിലിംസിലോട്ട് വേണ്ട ആർട്ട് ആൻഡ് കൾച്ചർ, ആൻഷ്യൻ്റ്, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി, എൻവയോൺമെൻറ്റ്, സയൻസ് ടെക്നോളജി, അങ്ങനെ തുടങ്ങിയുള്ള സിസാറ്റ്, അഗ്രികൾച്ചർ തുടങ്ങിയുള്ള പ്രിലിംസിലോട്ട് നിർബന്ധമായിട്ടും വേണ്ട കറണ്ട് അഫയേഴ്സ് അടക്കം എല്ലാ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സിനും നിശ്ചിത ദിവസം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെയിലി ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഷെഡ്യൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ടെസ്റ്റുകൾ എഴുതേണ്ട കാര്യങ്ങൾ, എങ്ങനെ ടെസ്റ്റുകൾ എഴുതേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പഠിക്കുമ്പോൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഷെഡ്യൂൾ തന്നെ പറയുന്നുണ്ട്. ആ ഷെഡ്യൂൾ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ആ ടെലിഗ്രാം ചാനൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്ല ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ക്ലാസ്സിൻ്റെ ലിങ്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും ഇപ്പം ലൈവും റെക്കോർഡിങ് രണ്ടും ഉണ്ടാവും കേട്ടോ. നമ്മൾ ലൈവിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്താണ് കുറച്ച് ലേറ്റ് ആയത്. കാരണം ലൈവിൻ്റെ ചെറിയ സ്ക്രീനും കാര്യങ്ങളും ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആവുന്നത് വരെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിരിക്കും തരാം. ഓക്കെ, അപ്പോൾ അത് ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആവാനില്ല. ഇന്ന് മുതൽ ആർട്ട് ആൻഡ് കൾച്ചർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ലിങ്ക് അതിൽ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ആർട്ട് ആൻഡ് കൾച്ചർ പൊതുവെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഈവനിങ് സമയത്ത് ക്ലാസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്, സബ്ജക്റ്റ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ കാണാം. അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. ടെസ്റ്റുകളുടെ ഡിസ്കഷൻ്റെ ചില വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യും, അത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻസ് എന്ത് ചെയ്യും, ടെലിഗ്രാം ചാനലിലൂടെ അതിൻ്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് PT 365 ആണ്. ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഡെയിലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. PT 365 ബേസ് ചെയ്ത് ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. ഇപ്പോൾ പൊളിറ്റിയാണ് ഫസ്റ്റെങ്കിൽ, പൊളിറ്റി ഒരു 100 പേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു 5-8 പേജ് ഡെയിലി വെച്ചുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ക്ലാസ് ആയിട്ട് ഒരു മോർണിംഗ് സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു സൈഡിലൂടെ പോവും. സബ്ജക്റ്റ് നമുക്കൊരു ഷെഡ്യൂൾ പ്രകാരം ഞാനത് കറക്റ്റ് ഷെഡ്യൂൾ തരുന്നുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം 85 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ക്ലാസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കാണാവുന്നതാണ്. റെക്കോർഡിങ്ങും ലൈവും ഉണ്ട്. ലൈവ് ഉണ്ടാവുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ലൈവായിട്ട് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതല്ലാത്ത റെക്കോർഡ് കാണുകയാണെങ്കിൽ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും, അതും കൂടി ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിലൂടെ ആയിരിക്കും ക്ലാസ്സിൻ്റെ എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ക്ലാസ്സിൻ്റെ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കുക. ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാവുന്നതാണ്. എല്ലാ ദിവസവും ക്ലാസ് കാണുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഡെയിലി നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഒന്ന് ക്ലാസ് കേൾക്കുക, മെറ്റീരിയൽ വായിക്കുക. മെറ്റീരിയൽ 3 പ്രാവശ്യം റിവിഷൻ ചെയ്യണം, വിട്ടുപോകരുത്. ആ റിവിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റുകൾ എഴുതേണ്ടത്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെഡ്യൂളിൻ്റെ പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്ന് തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഫസ്റ്റ് ക്ലാസ് മുതൽ ഇടുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് ഡൗട്ട്സ് വന്നാലും നല്ല നിർദ്ദേശങ്ങളും അറിയിക്കുക. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ക്ലാസ് ഡെയിലി കാണുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് ഇടുക, ഷെയർ ചെയ്യുക. അതൊക്കെ വിട്ടുപോകരുത്. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഷെഡ്യൂള് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പ്രിലിംസ് കില്ലർ സ്റ്റഡി പ്ലാനിന്റെ എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് വരുന്നതാണ്. നമ്മൾ റിവിഷൻ ക്ലാസിന്റെ പ്ലാനിങ് എങ്ങനെ വരുന്നതാണ്. ഈ പ്ലാനിങ് പ്രകാരമായിരിക്കും ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റിവിഷൻ പ്രോഗ്രാം, നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ റിവിഷൻ ഉണ്ടാവുമല്ലോ, അതും അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പൊ അതിൽ 85 ദിവസം, ഇനിയുള്ള 85 ദിവസത്താണ് നമ്മൾ 87 ദിവസമാണ് പ്രിലിംസിലോട്ടുള്ളത്. 85 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യാനുള്ളത് അവസാന ദിവസങ്ങളാണല്ലോ, 4-ാം തീയതി വരെയാണുള്ളത്. അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതെടുക്കാം. അപ്പം ഇപ്പൊ ഞാൻ പ്രത്യേക കളറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഓരോരുത്തര ദിവസം അതിനു വേണ്ടി കൊടുത്തത് കാണാൻ പറ്റും. ഇപ്പോ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേ 1 2 3 4 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഏത് സബ്ജക്റ്റ് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ടിക്ക് ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ റിവിഷൻ എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 5 ദിവസം നമ്മുടെ ക്ലാസ് വരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചർ ഇന്ന് തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഇടാം. പിന്നെ ഈ കാണുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ക്ലാസ് എടുക്കാം. ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ മെറ്റീരിയൽ പ്രിന്റ് എടുക്കാം, അത് വായിക്കാം, പ്രിന്റ് എടുക്കാതൊക്കെ വായിക്കാം. അത് ഫസ്റ്റ് റീഡിങ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ടിക്ക് ഇടാം. ഞാനൊരു 4 പ്രാവശ്യങ്ങൾ നിങ്ങൾ അത് വായിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ വായിക്കാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ചില സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഉണ്ടാവും. അത് ഞാൻ പറയും, ക്ലാസ്സിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ കൂടെ വായിക്കാം. അങ്ങനെ നിങ്ങൾ ഒരു 4 പ്രാവശ്യമോ മിനിമം 3 പ്രാവശ്യം വായിക്കണം. 4 പ്രാവശ്യം വായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, വായിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഇടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതിനുശേഷം ഇപ്പം ചിലപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ടെസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞാലായിരിക്കും ടെസ്റ്റ്. ഇപ്പൊ 2ാമത്തെ ക്ലാസ് ആണ്, 2ാമത്തെ ക്ലാസ് വീഡിയോ ഉണ്ടാവും, അത് അപ്ലോഡ് ചെയ്യും ചാനലിലോട്ട്. അത് കാണുക, കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ, അതിന്റെ മെറ്റീരിയലൊക്കെ വായിച്ചാൽ ടിക്ക് ഇടുക. എന്നിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ടെസ്റ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് ടിക്ക് ഇടാനുള്ളത് ഇവിടെ. പക്ഷെ നിങ്ങളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡെയിലി കേട്ടോ. എന്നിട്ട് ആ ഇതിൽ എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ 1ാമത്തെ പരീക്ഷയിൽ ഇപ്പം 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര സ്കോർ കിട്ടി. ഓക്കെ, അത് ഇവിടെ വേണം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്, ഇപ്പൊ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ടോപ്പിക് ഇപ്പൊ ചിലപ്പം ടഫ് ആയിട്ടുള്ളതുണ്ട്, അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ എന്നൊക്കെയുള്ള റിമാർക്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ ആർട്ട് ആൻഡ് കൾച്ചറിൽ വായിക്കുന്ന നോക്കുകയാണെങ്കിൽ ജൈനിസം, ബുദ്ധിസം, ഞാൻ പറയുന്നത് ഒന്നുകൂടി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആ ഏരിയ കുറച്ച് വീക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്നും കൂടി റിവൈസ് ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്തിട്ട് റിവൈസ് ചെയ്തോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. ആ രീതിയിലാണ് നമ്മളുടെ ഈ കോളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നിങ്ങളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ടിയുള്ളതാണ്. അത് പ്രത്യേകം എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്താം. അപ്പൊ ഫസ്റ്റ് 5 ദിവസം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. ഇതിപ്പോ ക്ലാസ് ഞാൻ പറഞ്ഞു, ഇപ്പം കുറച്ച് ദിവസങ്ങളിലൊക്കെ ഫസ്റ്റ് റെക്കോർഡിംഗ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ ചെയ്യാം. ഇനി അത് ഞാൻ പറഞ്ഞ സ്ക്രീനിന്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സ്ക്രീൻ, അതിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് റെഡി ആക്കുന്നുണ്ട്. റെഡിയാക്കി കഴിഞ്ഞാൽ ലൈവ് തന്നെ ഉണ്ടാവും. അപ്പൊ ലൈവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യുക. യൂട്യൂബ് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെയൊക്കെ റിവിഷൻ ആയിട്ടും ചില ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ നമുക്ക് വീക്കിലി വെക്കും. ചിലത് സൂമിലൂടെയും ചിലത് യൂട്യൂബിലൂടെയും വെക്കും. അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ലൈവ് ആയിട്ട് ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. പിന്നത്തെ 5 ദിവസം, അടുത്ത 5 ക്ലാസ് ആൻഷ്യന്റ് ഹിസ്റ്ററി ആണ്. പിന്നത്തെ 5 ക്ലാസ് മെഡീവൽ ഹിസ്റ്ററി ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വരുന്ന 9 ക്ലാസ്സോളം വരുന്നുണ്ട് മോഡേൺ ഹിസ്റ്ററി ആണ് കേട്ടോ. 16ാമത്തെ ക്ലാസ് മുതൽ മോഡേൺ ഹിസ്റ്ററി ആണ് ക്ലാസ് വരുന്നത്. അത് കഴിഞ്ഞാലുള്ള ഒരു 7 ദിവസം 7 ക്ലാസ് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫി ആണ്. പിന്നെ ഒരു 7 ക്ലാസ് വരുന്നത് വേൾഡ് ജോഗ്രഫി ആണ്. പിന്നെ ഒരു 9 ക്ലാസ് വരുന്നത് പൊളിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു 9 ക്ലാസ് വരുന്നത് എക്കോണമി ആണ്. പിന്നെ ഒരു 9 ക്ലാസ് വരുന്ന എൻവയോൺമെന്റ് ആണ്. പിന്നെ ഒരു 8 ക്ലാസ് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു 4 ക്ലാസ് അഗ്രികൾച്ചർ ആണ്. പിന്നെ സിസാറ്റിന്റെ ഒരു 7 ക്ലാസ്സും ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് സബ്ജക്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് ആയിട്ട് തന്നെ, റിവിഷൻ ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സ് ആണ് അതിലേക്ക് വേണ്ടത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡെയിലി നിങ്ങൾക്ക് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ള ബേസിൽ ഡെയിലി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് PT 365 വിഷന്റെ PT 365 ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PT 365 ക്ലാസ് ആ ബുക്ക് വായിക്കാവുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റിന്റെ ക്ലാസ് പൊതുവെ കിട്ടുന്നത് ഈവനിങ് ആയിരിക്കും. ഈവനിങ് ഒരു സമയത്തായിരിക്കും. ഒരു 5 മണിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും കേട്ടോ. ഇന്ന് ഒരു 7 മണി സമയത്തായിരിക്കും അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു 5 മണി മുതൽ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് അന്ന് തന്നെ കണ്ടു തീർക്കാം, അതിന് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാം? മോർണിംഗ് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൂടാ. വിഷന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് മോർണിംഗ് എന്നുള്ള രീതിയിലായിരിക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഡെയിലി ബേസിലിടും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റുകൾ എഴുതി നോക്കണം. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ നിങ്ങൾ എന്തായാലും ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഇട്ടുതരും. ക്ലാസിന്റെ ഭാഗമായിട്ട് സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകളൊക്കെ ഞാൻ അവിടെ ഇട്ടുതരും. പക്ഷെ നിങ്ങൾ ഫുൾ ടെസ്റ്റുകൾ ഇതിന്റെ കൂടെ ചെയ്ത് നോക്കണം. അത് ഞാൻ എന്ത് ചെയ്യാം? ഒരുപാട് ഫ്രീ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. മിനിമം ഒരു 10 ഫുൾ ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു ഡേറ്റ് കണ്ട് നിങ്ങളുടെ പഠനം, ഇപ്പൊ ഈ ഒരു
85 ദിവസത്തിൽ എന്ത് ചെയ്യണം, ഒരു 5 ദിവസം ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരു 8 ദിവസം ഗ്യാപ്പിൽ എന്ത് ചെയ്യാം, അങ്ങനെ ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ട് ഒരു 10 ഫുൾ ടെസ്റ്റിംഗ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. പ്രത്യേകം ശ്രദ്ധിക്കാം, വിട്ടു പോകരുത് കേട്ടോ. അത് നിർബന്ധമാണ്, ഒരു കാരണവശാലും നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഫുൾ ടെസ്റ്റ് പോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യമാണ്, ടെസ്റ്റുകൾ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഏത്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചില ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇയർ വൈസ് തന്നെ അത് ചെയ്തു നോക്കണം. ഇയർ വൈസ് 2013 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇയർ വൈസ് തന്നെ ചെയ്ത് നോക്കി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന്റെ ഞാൻ എന്ത് ചെയ്യാം, പറ്റുമെങ്കിൽ ഓരോ ഇയർ വൈസ് ആയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യാം, അത് അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം കേട്ടോ. ഞാനത് പറ്റുമെങ്കിൽ 2013 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു വീഡിയോ ആക്കിയിട്ട്, അപ്പൊ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, പാറ്റേണിൽ വരുന്ന ചേഞ്ച്, എലിമിനേഷൻ ടെക്നിക്സ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ഇയർ വൈസ് ആണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ്. പിന്നെ ഓരോന്നിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്തുകൊണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും ഓരോ ടോപ്പിക്കിൽ കേട്ടോ. അതങ്ങനെ ഉപയോഗപ്പെടുത്താം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രിലിംസ് ചെയ്താൽ എന്തായാലും പ്രിലിംസ് ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ പ്രിലിംസ് കിട്ടും, ഷുവറാണ്. അത് കഴിഞ്ഞ് മെയിൻസ്, ഇന്റർവ്യൂ, അങ്ങനെ IAS, IPS, IFS പോലത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അതിനൊരു കാരണം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷവാനാണ്. അപ്പൊ അത് ക്ലാസ്സുകൾ കേൾക്കുക, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലാസ്സിന്റെ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിന്റെ ഭാഗമായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇപ്പൊ UPSC പഠിക്കുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും, പിന്നെ അതല്ലാത്ത റിവിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലോട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ സർക്കിൾ ആളുകളിലോട്ടൊക്കെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ മെറ്റീരിയൽ, ടെസ്റ്റുകള്, ക്ലാസ്സിന്റെ ഡെയിലി ലിങ്ക് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇനിയുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, അറിയിക്കാവുന്നതാണ്. എന്നിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഒറ്റ ക്ലാസ് വിടാതെ ഫസ്റ്റ് ക്ലാസ് മുതലേ പൂർണ്ണമായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും